വിവാദപരമായ മുട്ടിൽ മരമുറി കേസിൽ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നീ 3 അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും കടുത്ത തിരിച്ചടി. അമ്പലമേട് വിശ്വാസവഞ്ചന കേസിൽ പ്രതികളായ ഇവർക്കെതിരെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. വയനാട് മുട്ടിലിൽ നിന്നും അനധികൃതമായി മുറിച്ചു കടത്തിയ ഈട്ടിമരങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ച് വിറ്റ കേസിൽ ഇന്നലെ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇരുവരും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് കോടതിയുടെ നിർണായക നടപടി. മേപ്പാടിയിൽ നിന്നും അനധികൃതമായി മുറിച്ചു കടത്തിയ കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ വനംവകുപ്പിന്റെ സാധുവായ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന കാണിച്ചെന്നായിരുന്നു അമ്പലമേട് പോലീസിന്റെ കേസ്. കമ്പനി ഉടമ അലിയാർ നൽകിയ പരാതിയിലാണ് 2021 റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. മരം കൊണ്ടുപോകാൻ പ്രത്യേക പാസ്സായ ഫോം 3 ആവശ്യമില്ലെന്നും തങ്ങൾക്കെതിരെയുള്ള വിശ്വാസവഞ്ചന കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ ആദ്യം ചോറ്റാനിക്കര കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ ആവശ്യം കീഴ്ക്കോടതി തള്ളിയതോടെയാണ് പ്രതികൾ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ വിശ്വാസവഞ്ചന നിലനിൽക്കില്ലെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ വാദം തള്ളി ഹൈക്കോടതിയും നേരത്തെ ഹർജി തള്ളിയിരുന്നു. ഇതോടെയാണ് വീണ്ടും കോടതിയുടെ കുരുക്കിലാകുന്നത്. മറ്റൊരു വശത്ത് ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന വൻ പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്ന കായിക വകുപ്പിന്റെ പുതിയ കണ്ടെത്തലുകൾ പുറത്തുവരുന്നതിനിടയിലാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് മരമുറി കേസിൽ ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെയും സ്പോൺസർമാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര വിവരങ്ങളുണ്ട്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ടെൻഡറുകളില്ലാതെ ഏകപക്ഷീയമായാണ് സ്പോൺസറെ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി ഏകദേശം 126 കോടി രൂപ കൈമാറി എന്നാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ പണം അയച്ചതിന്റെയോ ടീം അത് കൈപ്പറ്റിയതിന്റെയോ യാതൊരു ആധികാരിക രേഖയും സർക്കാരിന്റെ പക്കലില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവും കള്ളപ്പണം വെളുപ്പിക്കലും ഇതിൽ നടന്നതായി കായിക വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴിയാണ് പണം കൈമാറ്റം നടത്താൻ സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. എന്നാൽ ഈ ഏജൻസി അമേരിക്കയിൽ വൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് അന്വേഷണം നേരിടുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ 126 കോടിയുടെ പണമിടപാടിൽ 22.68 കോടി രൂപ സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരാൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് കാണിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോൾഡ് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം 2023 ജൂലൈയിൽ സർക്കാരിന് കത്തയച്ചിരുന്നു. ഈ കത്ത് നൽകുന്നതിന് വെറും 20 ദിവസം മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്ത 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള സ്ഥാപനമായിരുന്നു ഇത്. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ഈ സ്ഥാപനത്തിനുമുള്ളത്. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ എന്ന പേരിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ സ്പെയിനിൽ പര്യടനം നടത്തിയിരുന്നു. അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, ഡയറക്ടർ പി വിഷ്ണുരാജ് എന്നിവർക്കൊപ്പമായിരുന്നു ഒരാഴ്ചത്തെ സന്ദർശനം. എന്നാൽ KFA ഔദ്യോഗികമായി ക്ഷണിച്ചതിന്റെ രേഖകളൊന്നും സർക്കാരിന്റെ കൈവശമില്ലെന്നും സ്പെയിനിൽ വെച്ച് ആരുമായാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.